തൊട്ടടുത്ത് ഹൗസ് ഉണ്ട് കണ്ടോ, കാണിച്ചാൽ ആ ഒരു റെഡ് കളറിൽ കാണുന്നുണ്ടോ, അതാണ് സ്മോളസ്റ്റ് ഹൗസ്. അപ്പോൾ പോയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ അവിടെ കുറച്ച് പേരൊക്കെ ഇങ്ങനെ കയറാൻ വേണ്ടിയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ കയറണമെങ്കിൽ ടിക്കറ്റ് ഉണ്ട്, 1.5 പൗണ്ടാണ് ഒരാൾക്ക് കയറാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ ഈ സുന്ദരി അമ്മാമ്മയാണ് കേട്ടോ ഇവിടെ ടിക്കറ്റൊക്കെ നമുക്ക് തരുന്നത്. ഇതിൻ്റെ അടുത്തായിട്ട് കുറച്ച് മാഗ്നറ്റ്സ് ഒക്കെ ഇങ്ങനെ വിൽക്കാനും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി ഈ അമ്മാമ്മ എന്താ പറയുന്നതെന്ന് കേൾക്കാം. അപ്പോൾ ഈ ഹൗസ് ബിൽഡ് ചെയ്തത് 1590ലാണ്. 436 years ഓൾഡ് പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. 1900 വരെ ആളുകൾ ഇവിടെ താമസിച്ചിരുന്നു. പിന്നീട് ഇത് മനുഷ്യർക്ക് താമസിക്കാൻ വളരെ ചെറുതാണെന്ന് അധികൃതർ പ്രഖ്യാപിച്ചു. ഈ വീട്ടിൽ താമസിച്ച അവസാനത്തെ വ്യക്തിയാണ് റോബർട്ട് ജോൺസ്. അദ്ദേഹം ഒരു മത്സ്യത്തൊഴിലാളിയായിരുന്നു. 6 അടിയിലധികം ഉയരമുള്ള ആളായിരുന്നു അദ്ദേഹം എന്നതുകൂടി ഈ വീടിന്റെ പ്രത്യേകതയാണ്. ഒരു ചെറിയ കിടക്ക, അടുപ്പ്, വെള്ളം വയ്ക്കാനുള്ള സ്ഥലം, അത്രമാത്രം സൗകര്യങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ക്വേ ഹൗസ് എന്നറിയപ്പെടുന്ന ഈ വീട് ഗിന്നസ് വേൾഡ് റെക്കോർഡിലും ശ്രദ്ധ നേടിയിട്ടുണ്ട്. അപ്പോൾ 1990ഓടെ ഈ വീട് മനുഷ്യർ താമസിക്കാൻ വളരെ ചെറുതാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. അതിനുശേഷം ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രമായി മാറി. ഇന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുമുള്ള ആളുകൾ ഈ അത്ഭുത വീട് കാണാൻ ഇവിടെ എത്തുന്നു. വലിപ്പത്തിൽ ചെറുതായാലും ചരിത്രത്തിലും പ്രത്യേകതയിലും എല്ലാം ഈ വീട് വളരെ വലുതാണ്. അങ്ങനെ നമ്മൾ വീടൊക്കെ ഒന്ന് കറങ്ങി ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് പതിയെ അടുത്ത സ്പോട്ടിലേക്കല്ല പോകുന്നത്, മറിച്ച് വയറ് നിറയ്ക്കാൻ വേണ്ടി എന്തെങ്കിലും നല്ല റെസ്റ്റോറൻറ്റ് ഉണ്ടോ എന്ന് തപ്പി പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ മാപ്പിലൊക്കെ തപ്പി നമ്മളൊരു അടിപൊളി റെസ്റ്റോറൻറ്റ് കിട്ടി. അതാണ് കേരള കഫേ. അങ്ങനെ നമ്മുടെ കൂടെയുള്ളവരൊക്കെ സ്ഥിരം ബിരിയാണി, ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണിയൊക്കെ കഴിച്ചു. ഞാൻ പൊതുവെ വെറൈറ്റി ഇഷ്ടപ്പെടുന്ന ആളായത് കൊണ്ട് തന്നെ ബിരിയാണിന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഓർഡർ ചെയ്തത് നല്ല അടിപൊളി പാൽക്കപ്പയും ബീഫ് റോസ്റ്റുമാണ്. ദൈവം എനിക്ക് കണ്ടിട്ട് തന്നെ ഇപ്പോൾ വായിൽ വെള്ളം വരുന്നു. സംഭവം നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മുടെ വെയിൽസ് ട്രിപ്പിലെ ഡേ 2 ഇതോടുകൂടി അവസാനിച്ചിരിക്കുന്നു. ഇനിയും കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ ആ വിശേഷങ്ങളായി ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നതാണ്. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.